നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഫിറോസ് വരുൺ ഗാന്ധിയെ ബി.ജെ.പി നൈസായി ഒഴിവാക്കി പിലിഭിറ്റ് സീറ്റിൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നു. ഫിറോസ് വരുൺ ഗാന്ധി എഴുതിയ വൈകാരികമായ കുറിപ്പ് വൈറലായി കഴിഞ്ഞിരിക്കുകയാണ്. വളരെ ചെറുപ്പം മുതലേ തന്നെ അമ്മയുടെ മണ്ഡലം എന്ന രീതിയിൽ പിലിഭിറ്റിനെ കുറിച്ച് നന്നായി അറിയാം. മേനകാ ഗാന്ധിയുടെ സ്വന്തം തട്ടകമായിരുന്ന പിലിഭിറ്റ് 2009 സുഗമമായ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി വരുൺ ഗാന്ധിക്ക് ഒഴിഞ്ഞുകൊടുത്തത്. അന്ന് അദ്ദേഹം ജയിച്ചത് 3 ലക്ഷത്തിൽ പരം വോട്ടുകൾക്കാണ്. പിന്നീട് പിലിഭിറ്റിലും സുൽത്താൻപൂരിലും മാറി മാറി അമ്മയും മകനും മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. ബി.ജെ.പിക്ക് എന്നും മുതൽക്കൂട്ട് തന്നെയായിരുന്നു മേനകാ ഗാന്ധി, അതുപോലെ തന്നെ വരുൺ ഗാന്ധിയും. എന്നാൽ ബി.ജെ.പിയുടെ സഞ്ചാരപാത, പ്രത്യേകിച്ചും അവർ നടത്തുന്ന പുത്തൻ പരിഷ്കാരങ്ങൾ എന്ന ഈ ലേബലിൽ നടത്തുന്ന സംവിധാനങ്ങളെയെല്ലാം ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഒരു തിരുത്തൽ ശക്തിയായി ആ പാർട്ടിയിൽ നിന്നപ്പോൾ അവർ പലരും അനിഷ്ടം കാണിച്ചു. അത് കൃത്യമായി തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വരുൺ ഗാന്ധിയെ ഏറ്റവും മോശമായ രീതിയിലേക്ക് തരം താഴ്ത്തുന്ന അവസ്ഥയിലേക്ക് ബി.ജെ.പി നേതൃത്വം കൊണ്ടെത്തിച്ചു. എന്നാൽ മാതാവായ മേനകാ ഗാന്ധിക്ക് സുൽത്താൻപൂർ സീറ്റ് വീണ്ടും കൊടുത്തിരിക്കുകയാണ് മത്സരിക്കാൻ. മേനകയോട് എന്തുകൊണ്ട് വരുൺ ഗാന്ധി മത്സരിക്കുന്നില്ല, എന്തുകൊണ്ട് അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ ടിക്കറ്റ് കൊടുത്തില്ല എന്ന് ചോദിച്ചതിനെക്കുറിച്ച് പറയുമ്പോൾ അവർ നിസ്സഹായ അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത്. അത് വരുണിനോട് ചോദിക്കൂ എന്ന രീതിയിൽ പറയുന്നു. എന്നാൽ ഫിറോസ് വരുൺ ഗാന്ധിയെ ഇന്ത്യ മുന്നണി ഏറ്റെടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. സമാജ്വാദി എങ്കിൽ അങ്ങനെ, കോൺഗ്രസ് എങ്കിൽ ആ വഴിക്ക് എന്ന രീതിയിലേക്കാണ് ഇന്ത്യ മുന്നണി തയ്യാറായി നിൽക്കുന്നത്. പിലിഭിറ്റിൽ മത്സരിച്ചാൽ വരുൺ ഗാന്ധിയുടെ വിജയം സുനിശ്ചിതമാണെന്ന് ഏവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ സമാജ്വാദി പാർട്ടി പിലിഭിറ്റിൽ ഒരു പുനരാലോചന എന്ന രീതിയിലേക്ക് വരുൺ ഗാന്ധിയുടെ പേര് നിർദ്ദേശിക്കാനുള്ള എല്ലാവിധ സാധ്യതകളും കാണുന്നുണ്ട്. വരുൺ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വലിയ രീതിയിലുള്ള ഒരു ജനകീയ പിന്തുണ അദ്ദേഹത്തിനുണ്ട്. കർഷക സമരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ബി.ജെ.പിയെ കടന്നാക്രമിച്ച വരുൺ ഗാന്ധിയെ ശരിക്കും ബി.ജെ.പിയിലെ തന്നെ ഒരു കൂട്ടം ആളുകൾ ശക്തമായി തന്നെ പിന്തുണയ്ക്കുന്നുണ്ട്. ഉത്തർപ്രദേശിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ബി.ജെ.പി നേതൃത്വം ആഗ്രഹിച്ചിരുന്നത് വരുൺ ഗാന്ധിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി പരിഗണിക്കുക എന്നതായിരുന്നു. എന്നാൽ അതിനെതിരെയായിരുന്നു നരേന്ദ്രമോദിയുടെ നോമിനിയായി യോഗി ആദിത്യനാഥ് അവിടെ വന്നത്. അമിത്ഷായ്ക്കും അതായിരുന്നു ഇഷ്ടം. എന്നാൽ ഫിറോസ് വരുൺ ഗാന്ധിയെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഉത്തർപ്രദേശിലുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം വരുൺ ഗാന്ധി ഗാന്ധി കുടുംബത്തിലെ ഇളം തലമുറക്കാരൻ തന്നെയാണ്. അദ്ദേഹം രാഷ്ട്രീയത്തിൽ പ്രദാനം ചെയ്യുന്നത് സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും വേണ്ടിയാണ് എന്ന് ഏവരും പറയുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ടിക്കറ്റ് നൽകാതെ നിരസിച്ചുകൊണ്ട്, വിമർശിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ മൂലക്കിരുത്തി കളയാം എന്നുള്ളത് ബി.ജെ.പിയുടെ വെറും മനക്കോട്ട മാത്രമാണെന്ന് ഇവർ പറയുന്നുണ്ട്.